ആണ് 2000 രൂപയുടെ ഓപ്പോയുടെ ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ കണ്ടില്ലേ. ഇതാണ് എൻ്റെ ഇത് എല്ലാവരുടെയും ആവശ്യം 1000 രൂപയ്ക്ക് നല്ലൊരു 5G സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ എല്ലാവരും വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കണം, വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. 2000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. 2000 രൂപയാണ് സ്മാർട്ട് ഫോൺ, 5G സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഈ കണ്ടീഷനിൽ വാങ്ങിയാലും നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. എന്ന് വാങ്ങിക്കും നിങ്ങൾക്ക് തരും, നിങ്ങളത് വാങ്ങിക്കും നിങ്ങൾക്ക് തരും. ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ 2000 രൂപയുടെ ഒരു 5G സ്മാർട്ട് ഫോൺ അല്ലേ, കുറേ ദിവസമായി 2000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ. പലരും വിശ്വസിക്കത്തില്ല, ഇത് ഫ്രോഡാണ്, ഫേക്കാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റൊക്കെ വരും. ഗൈസ് ഇതാണ് 2000 രൂപയുടെ ഓപ്പോയുടെ ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ കണ്ടില്ലേ. ഇതാണ് എൻ്റെ ഇതിപ്പോൾ വന്നതേ ഉള്ളൂ. ഫ്രണ്ട് ക്യാമറ കണ്ടില്ലേ, സൈഡിൽ വരുന്ന സൂപ്പർ സെറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഇപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഇങ്ങനെ ചൂടോടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബറാണ് കൊണ്ട് തന്നത്. അപ്പോൾ നമ്മൾ അധികം മാത്രം അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ. ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമില്ലാതെ എന്തെങ്കിലും സ്മാർട്ട് ഫോണെല്ലാം ഉണ്ടെങ്കിൽ, ഡിസ്പ്ലേ പോയതാകട്ടെ, ഉപയോഗശൂന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആർക്കെങ്കിലും കിട്ടും. നമ്മളെ വീഡിയോയ്ക്ക് ഒരു വളവാകും. അത് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും, നല്ലൊരു വില കുറച്ച് ആർക്കെങ്കിലും കിട്ടും. നമ്മളെ ഷോപ്പിൽ അന്വേഷിച്ച് വരുന്നവരുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് 200 നമ്മളെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേര് ഇതേപോലെ ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിച്ച് വരാറുണ്ട്. അവർക്കൊക്കെ ആവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അറിയാം, ഒരുപാടൊരു ഫോൺ മോഷണം പോകുന്നുണ്ട് ഇല്ലേ. ഈ ഇടയ്ക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് എങ്ങനെ തോന്നുന്നതാണ് അല്ലേ, മെഡിക്കൽ കോളേജിൻ്റെ അകത്തു നിന്നൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ അല്ലേ. അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആളുടെയും മോഷ്ടിച്ചുകൊണ്ട് പോകും, അല്ലാതെ അവിടെ കാവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫോണുകളും കൊണ്ടുപോകാറുണ്ട്. അപ്പം അവർ ഇപ്പം എന്നെ 2-3 കണ്ടായിരുന്നു ഇതേപോലെ ഒരു ഫോൺ കുറഞ്ഞ ബഡ്ജറ്റിൽ. അവർക്ക് മോഷണം പോയാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിൽ ഫോണുകളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് ലോങ് എന്നുള്ള ആൾക്കാരില്ല, അടുത്തുനിന്നുള്ള ആൾക്കാരില്ല, ലോങ് എന്നുള്ള ആൾക്കാരൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങോട്ടൂടെ ഒന്ന് കയറിയിട്ട് പോകാറുണ്ട്. അപ്പം ഇത് ഇന്ന് എൻ്റെ ഷോപ്പിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബർ കുറച്ച് ദിവസം കൂടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും വിളിച്ചു, വളരെ പ്രസ് ചെയ്ത് കൊണ്ടുവരത്തില്ല. അവരുടെ സമയം വേണമല്ലോ, അവർക്കൊരു സമയം വേണമല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം, ഞാൻ പോകില്ല, എനിക്കുണ്ട് സമയം. അപ്പം ഞാൻ കിടന്ന് വിളിക്കും, കൊണ്ടുപോകാം. ഇന്നലെ അങ്ങനെ ഒരുപാട് വിളിച്ചിട്ട് ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ സാധനം കിട്ടി. ഇതാണ്. ഞാൻ ഇത് ഒന്നും ചെയ്തില്ല, ഓണൊന്നും ആവുന്നില്ല. സാധനം വർക്കിംഗ് ആണ്, ഓണായിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഡിസ്പ്ലേയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഡിസ്പ്ലേയിൽ. പക്ഷെ എന്താണെന്നറിയില്ല, ഇതൊരിക്കും സെറ്റ് ഓണായിട്ടില്ല. അപ്പം കയ്യോടെ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് എമ്മളോ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ കാണുന്നതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ചാർജ് വയ്ക്കാൻ പോകണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചാർജ് കയറട്ടെ അല്ലേ. അപ്പോൾ ഇതേ കാണിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മുകൾ ഭാഗത്താണ് ചെറുതായിട്ട് എന്തോ അടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാർജ് കയറട്ടെ. നമുക്ക് എൻ്റെ കണ്ടീഷനൊക്കെ 2000 രൂപ എൻ്റെ ഒപ്പം അല്ലേ ഗൈസ്. 8GB റാമിൽ 120 സ്മാർട്ട് ഫോണുള്ളതും നോ ഡൗട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഗൈസ്, അപ്പം നമ്മളൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ, ഒരു സഹോദരി വന്ന് നമ്മളൊരു 1000 രൂപയ്ക്ക് 2 ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് നമ്മളെ ഷോപ്പിലോട്ട് വരികയാണ്. ഇങ്ങനെ ഒഴികൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ആവശ്യം 1000 രൂപയ്ക്ക് നല്ലൊരു 5G സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ 1000 രൂപയ്ക്ക് ഐഫോൺ വേണം. 1000 രൂപ ഐഫോൺ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കണം. വരുന്നവരെല്ലാവരുടെയും ആവശ്യം ഇതാണ്. വന്നു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കും, ഐഫോൺ വീഡിയോ ചെയ്തല്ലോ, എവിടെ സാധനം എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ. വരുന്നവർക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനുള്ള എല്ലാവർക്കും ഒരു ഓർഡർ ചെയ്തോ അടുത്ത് വരുന്നത്, എനിക്ക് കടയിൽ വരുന്നത് എടുത്തിവിടെ വെച്ച് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ മന്ത്രം ചെയ്ത് ഉണ്ടാക്കുകയോ അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയല്ല. ഞാൻ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തർ വന്നിട്ട് ഫോൺ നിങ്ങൾ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്തത്? ഐഫോൺ 1000 രൂപ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിനാണ് ഒരു ഡാഡി ഒന്ന് വീഡിയോ ചെയ്തത്? അവർ ഓർഡർ ചെയ്തു, സാധനം ഞാൻ എടുത്ത് വെച്ചു, അവരൊന്ന് വീഡിയോ ചെയ്തിട്ട് കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്യാനാണ്? വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ചില ഐഫോണുകൾ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല, ആപ്പാട് 2, 3, 4 വരും. ഞാൻ അത് വെച്ച് ജീവിച്ച് ഇങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരുന്നത് കുറഞ്ഞ റേറ്റിൽ. ഇപ്പോൾ തന്നെ ഒരു 600 രൂപയ്ക്ക് ഒരു ഐഫോൺ ഉണ്ട്, 600 രൂപയ്ക്ക് ഐഫോൺ 7+ ഉണ്ട്. അതും കംപ്ലൈൻ്റ് ആണ്, ഡിഫക്റ്റുള്ള പീസുകളാണ്. ഏറ്റവും കുറഞ്ഞ 1000 രൂപയ്ക്ക് 500 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഉപയോഗിക്കാനേ പറ്റില്ല. നിങ്ങൾക്കത് നല്ല റിപ്പയറൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ കൺഫേം ആയിട്ട് കൊണ്ടുപോയി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ X6 തന്നെ 3000 രൂപ വരുന്നു.
ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു. 3000 രൂപയാകും ഒരു മിനിമം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം. 6S വന്നിട്ട് 3500 രൂപ ആയിരുന്നു. ഇതിൽ ഡിസ്പ്ലേ ഡാമേജ്, ബാറ്ററി ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ 1000 രൂപയ്ക്ക് തരും. ചിലപ്പം 1000 രൂപയ്ക്ക് താഴെ 500 രൂപയ്ക്കോ 300 രൂപയ്ക്കോ 400 രൂപയ്ക്കോ എത്ര ഫോൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം കുറഞ്ഞ ഫോണാകുമ്പം എമൗണ്ട് നല്ല കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരുപാട് കംപ്ലൈൻറ്റുകളും ഉണ്ടാവും. നല്ല കംപ്ലൈൻറ്റ് ഉണ്ടാവും. വർക്കിംഗ് കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് ഞാൻ തരില്ല. ഇപ്പോൾ തന്നെ 2000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. 2000 രൂപയാണ് സ്മാർട്ട് ഫോൺ, 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടീഷൻ. ഓപ്പോ F19 Pro 5G സ്മാർട്ട് ഫോൺ 8GB റാമിൽ 128 പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, 2000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കുറവോടുകൂടിയേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഒരു 7000 8,000 രൂപ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകണമെങ്കിൽ നമുക്ക് അടിപൊളിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇത് 2000 രൂപ എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ഒരുപാട് കുറഞ്ഞില്ലേ. അപ്പം ഇതിൻ്റെ അകത്തും ഒരുപാട് കുറവുണ്ടാവും. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഡിസ്പ്ലേ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഈ കണ്ടീഷനിൽ വാങ്ങിയാലും നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഡിസ്പ്ലേക്കകത്ത് കുറേ കറുപ്പ് ഡോട്ടുണ്ട്, വലിയൊരു കറുപ്പ് ഡോട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ഭാഗങ്ങളൊക്കെ മറയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടെ മുടക്കേണ്ടി വരും. ചെറിയൊരു എമൗണ്ട്, ആ എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ 2500 രൂപയോ 2400, ചെറിയൊരു എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരും പിന്നെ നിങ്ങൾ ഇത് എൻ്റെ ഞാൻ 2000 രൂപയ്ക്ക് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ് ഗൈസ്. ഇത് എനിക്ക് തന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറാണ് തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് തന്നെ ഞാൻ തരും. നിങ്ങളെന്ന് വാങ്ങിക്കും നിങ്ങൾക്ക് തരും, നിങ്ങളെന്ന് വാങ്ങിക്കും നിങ്ങൾക്ക് തരും ഗൈസ്. അപ്പം എനിക്ക് കൊറിയർ ചെയ്ത് തരുന്നവരുണ്ട്. ഇതൊക്കെ അവർക്ക് ആവശ്യമില്ല, ഒരു ആവശ്യമില്ല, അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെയും കാണും. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഇതിൽ എനിക്ക് തന്നാൽ നിങ്ങളതിനെ എനിക്ക് തന്നാൽ ഞാനും ചെറിയൊരു എമൗണ്ട് ഇട്ട് കേട്ടോ, അപ്പം ഞാൻ കൊടുക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് റെഡിയാക്കി ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഞാൻ റെഡിയാക്കി തരും. അല്ല ഈ കണ്ടീഷനിൽ തന്നെ വേണം ഞാൻ റെഡിയാക്കി പോകണം എന്നുള്ളവർക്ക് അങ്ങനെ എടുത്തോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി ഇതിൽ കിട്ടുന്നൊരു അടിപൊളി കുറഞ്ഞ വിലയ്ക്ക് 2000 രൂപയ്ക്ക് വീണ്ടും ഒരു സ്മാർട്ട് ഫോൺ അടിക്കാൻ വീണ്ടും വരുന്നവരെ ബൈ.